അതിർത്തിയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു. വെടിനിർത്തൽ ധാരണയുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച പാർലമെന്റിൽ നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് ആവശ്യപ്പെടുന്നു. എന്തെല്ലാം കാര്യങ്ങൾ അമേരിക്കയുമായി സർക്കാർ ചർച്ച ചെയ്തെന്നും വ്യക്തമാക്കണമെന്നും സച്ചിൻ പൈലറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനൂപ് ദാസിന്റെ വിവരങ്ങൾ നൽകാനായിട്ട്. അനൂപ്, ഇതിപ്പോൾ കോൺഗ്രസിന്റെ ആവശ്യമാണ്. എന്തായാലും സ്വാഭാവികമായിട്ടും ഈ അമേരിക്കയുടെ ഇടപെടൽ എന്നുള്ള ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ് വരെ പറയുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാമതൊരു കക്ഷി ഇടപെട്ടിട്ടുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളാകെയും ചോദിക്കുന്ന ചോദ്യമാണ്. കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം എന്താണ്? കോൺഗ്രസ് അല്ലാതെ മറ്റേതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയണം എന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു. കോൺഗ്രസിന് പുറമെ RJD, ശിവസേന തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്, BJD തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് പോകുന്നത്. ഉറപ്പായും ഉടനെ തന്നെ അടിയന്തരമായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയ്ക്കുള്ള ആവശ്യം ഒരു കത്തിലെഴുതി അത് പ്രധാനമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് രണ്ട് നേതാക്കളും. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതികരണം വരുന്നത് എന്താണ്, കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു മധ്യസ്ഥതയ്ക്ക് വേണ്ടി അമേരിക്ക ശ്രമിക്കുന്നുണ്ടല്ലോ, അമേരിക്ക അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഇന്ത്യ ഷിംല കരാറിൽ നിന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ കരാർ മരവിപ്പിച്ചോ, ഇങ്ങനെ ഒരു മൂന്നാം കക്ഷിക്ക് ഇടപെടാനുള്ള വാതിൽ ഇന്ത്യ തുറന്നിട്ടോ, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്ന് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജയറാം രമേശ് പറയുന്നു. അതിന്റെ കൂടെ തന്നെ ഇപ്പോൾ സച്ചിൻ പൈലറ്റ് ഔദ്യോഗികമായി കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിരുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഞെട്ടിപ്പോയി, അതായത് അമേരിക്ക അങ്ങനെ ഒരു വെടിനിർത്തലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്ന് അദ്ദേഹം പറയുന്നത് കാണാമായിരുന്നു. അതായത് എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വിഷയത്തിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാനുള്ള ഒരു സാഹചര്യം വന്നത്? ആരാണ്? ഇന്ത്യ അതിനെ അനുവദിച്ചതാണോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള BJPയുടെയും തീരുമാനപ്രകാരമാണോ അത് എന്ന ചോദ്യം രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നു. അതിൻ്റെ കൂടെ RJD ചോദിക്കുന്ന ചോദ്യം, ആരാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ്, പഴയ സർപഞ്ചിനെ പോലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ പോലെ ഇടപെടാൻ ഇയാൾ ആരാണ് എന്ന ചോദ്യം ചോദിക്കുന്നുണ്ട് RJD. ഒപ്പം ശിവസേന പറയുന്നു, അമേരിക്കയ്ക്ക് എന്ത് കാര്യം, കശ്മീർ വിഷയത്തിൽ അതിൽ മൂന്നാം കക്ഷിയായ അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നു. ഉടനെ പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് BJD ആവശ്യപ്പെടുന്നു.